പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ഡിസംബർ മാസം 14-ാം തീയതി രവിവാരം ഞായറാഴ്ച, അതായത് 1201 വൃശ്ചിക മാസം 28-ാം തീയതി. നാളെ ഞായറാഴ്ച 6:37 ആകുന്നു തൃശ്ശൂർ സൂര്യോദയം. അസ്തമയം വൈകിട്ട് 6:01. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 4:30 മുതൽ 6 മണി വരെയുള്ള വൈകിട്ടത്തെ 1.5 മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. അങ്ങേയറ്റം ചന്ദ്രൻ ദുർബലമായി വരികയാണ്. ഇനി അടുത്ത 4 നാൾ കഴിഞ്ഞാൽ പിന്നെ അമാവാസിയായി. അതിനാൽ കറുത്തപക്ഷത്തിലെ ഈ ദശമി വിശേഷിച്ച് ശുഭകാര്യങ്ങൾക്കൊന്നും അത്ര നാം സജസ്റ്റ് ചെയ്യാറില്ല. എങ്കിലും അഷ്ടമി അഥവാ നവമി പോലെ അങ്ങേറ്റം ദുർബലമായ തിഥിയല്ല ദശമി തിഥി എന്നറിയുക. നാളെ ഞായറാഴ്ചത്തെ നക്ഷത്രം കാലത്ത് 8:15 വരെ കറുത്തപക്ഷത്തിൽ ദുർബലമായ അത്തം നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 8:15 മുതൽ ആ ദിവസം പൂർണ്ണമായും ചിത്ര നക്ഷത്രമാണ്. ചിത്രക്ക് വലിയ ദോഷങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ചിത്ര വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് അറിയണം. കൃത്രിക ഭാഗ്യം മൂലാശ്ച മകാ ചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ആദാതവ്യം ന ദാതവ്യം. കൈകൊണ്ട് കൊടുക്കരുത്, വാങ്ങരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്ക് നാളത്തെ ദിനം അഭികാമ്യമല്ല, അനുവദനീയമല്ല എന്നറിയുക. നാളെ ചിത്ര നക്ഷത്രം മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ ചിത്ര നക്ഷത്രം വളരെ നല്ലതാണെന്നറിയുക. നാളെ ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ 11:30 മുതൽ 12:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതാണ്. അതിനായി ഉത്സാഹിക്കുക. നാളെ ചിത്ര നക്ഷത്രം ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭൂമിപരമായ വിഷയങ്ങൾക്ക് വല്ല ക്ലേശങ്ങളും ഉണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്ത് ഭൂമി ദോഷം തീർക്കാം. അല്ലെങ്കിൽ ചൊവ്വ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ വരാഹമൂർത്തി പൂജ ചെയ്യുക. അതും വളരെ അഭികാമ്യമാണ്. നാളെ ഞായറാഴ്ചയാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഗുണമാണ്. അപ്രകാരം സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ശിവൻ്റെ പുത്രനാണല്ലോ സുബ്രഹ്മണ്യ സ്വാമി. അതിനാൽ ശിവക്ഷേത്രവും സുബ്രഹ്മണ്യനുമുള്ള സങ്കേതങ്ങളിൽ അവിടെ സുബ്രഹ്മണ്യ പൂജ, ശിവന് കൂവളമാല, ജലധാര വഴിപാടുകൾ ചെയ്യുന്നത് ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ 1% വരെ പരിഹാരമായി സംഭാവ്യമാക്കാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.